എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബ്രെഡ് കേക്കാണ്. ഇത് നമുക്ക് കിച്ചണിൽ ഒത്തിരി ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും കേട്ടോ. അത്ര നന്നായിട്ട് എനിക്കിത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ടി പറ്റി. അപ്പോൾ ഞാൻ ഓർത്തു ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ അമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 കപ്പ് ചെറിയ കപ്പിന് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റോളം ബീറ്റ് ചെയ്താൽ മതിയാവും. അതിനുശേഷം അതിലേക്ക് അത് ഒത്തിരി തിക്കാവാൻ നിൽക്കണ്ട, അതിന് മുന്നേ അത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അതിലേക്ക് 2 സ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഷുഗർ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബ്രെഡ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അധികം തിക്കായിട്ടുള്ള പേസ്റ്റ് നമുക്ക് ആവശ്യമില്ല, ഒരു മീഡിയം തിക്നെസ് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 1 സ്പൂൺ വാനില എസൻസ് ആണ്. അത് ഒരു 5 മിനിറ്റ്സോളം ബീറ്റ് ചെയ്തെടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആയി. ഈ തിക്നെസ്സാണ് എനിക്ക് ആവശ്യം. ഞാൻ ഒത്തിരി തിക്കായിട്ടിത് റെഡി ആക്കുന്നില്ല. ഈ തിക്നെസ്സിലാണ് നമ്മൾ ബ്രെഡിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് റെഡിയാക്കാൻ പോകുന്നത് ഫ്രൂട്ട് ജാം സിറപ്പാണ്. ഇത് ഞാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ ഇത് മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വാം വാട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. നമുക്ക് പല തരത്തിൽ ജാം സിറപ്പ് റെഡിയാക്കാം. നിങ്ങൾക്ക് ചെറി ഉണ്ടെങ്കിൽ ചെറി ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത് വാട്ടറിലെടുത്തതിന് ശേഷം അതിൻ്റെ സിറപ്പാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള ജാം വാം വാട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ജാം സിറപ്പും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു 5 ബ്രെഡാണ്. 5 ബ്രെഡിലേക്ക് നമ്മൾ ജാം സിറപ്പും നമ്മളുടെ വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിലെ 5 ബ്രെഡിൻ്റെയും സൈഡിലുള്ള ഹാർഡായിട്ടുള്ള പാർട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചതിലും സൂപ്പറായിട്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഇതുപോലെ കേക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ സജഷൻസ് എല്ലാം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ബ്രെഡും എടുത്തതിന് ശേഷം ഫ്രൂട്ട് ജാം നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളതിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നു. വിപ്പിംഗ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോരോ ലെയർ വെച്ചിട്ട് നമ്മൾ ബ്രെഡും വെക്കുകയാണ്. അങ്ങനെ 5 ബ്രെഡ് നമ്മൾ ഇതുപോലെ ലെയറായിട്ട് റെഡിയാക്കുന്നു. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ ലെയറെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചോക്ലേറ്റ് പൗഡറോ അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നത് ചോക്ലേറ്റ് നന്നായിട്ട് പൊടിച്ചിട്ട് അത് നമുക്കിഷ്ടമുള്ള ചോക്ലേറ്റ്, നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ചോക്ലേറ്റാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ചോക്ലേറ്റിൻ്റെ പൗഡർ നമ്മൾക്ക് ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ല എങ്കിലും ഈ ബ്രെഡ് കേക്ക് ഒത്തിരി നല്ല ടേസ്റ്റിയാണ് കേട്ടോ.